Hey guys, it's me, Ami, and welcome back to my channel. അപ്പോൾ നമ്മൾ പിള്ളേരുടെ ഫ്രഷേഴ്സ് ആണ് ഇന്ന്. അപ്പോൾ ഇന്നലെ നമുക്ക് മഴയായിരുന്നതുകൊണ്ട് നടന്നില്ല. ഇന്നലെയാണ് ആക്ച്വലി വെച്ചിരുന്നത്. അപ്പം ഇപ്പോൾ വേണ്ട കെസിയ ചെറിഞ്ഞു വ്ളോഗാക്കിയാണ് പിന്നെ കെസി ഇസ് ഫെഡ് അപ്പ്. അപ്പം പിള്ളേർ ഇന്ന് നമുക്ക് ഫണ്ണി ക്യാരക്ടറാണ് ഇവരുടെ തീം. അപ്പം അവർ ഏതൊക്കെ ആൾക്കാരൊക്കെ ഏതൊക്കെ ക്യാരക്ടറിൽ വരും എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കാണ് 2 മണിക്ക് ശേഷമാണ് സംഭവം. പിന്നെ നൈറ്റ് ഇതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യണം. നൈറ്റ് പാർട്ടിയൊക്കെ ഉണ്ട്. അതിന് വേണ്ടി ഇങ്ങനെ ഇരിക്കണം. സോ ഗൈസ്, അപ്പം പരിപാടി തുടങ്ങുമ്പോൾ ഉള്ള അപ്പോൾ ഗൈസ് നമ്മൾ കാപ്പി കുടിക്കാൻ വന്നതാണ്. എസ് എപ്പോഴും ബിസി കൊണ്ട് പോകുന്നു. പിന്നെ എന്നെ പറ്റി അപരാധം പറഞ്ഞ ഞാൻ ഫോണിലാതല്ലേ പറഞ്ഞോളൂ. അതെ ഇൻസ്റ്റഗ്രാമിലാണ്. അതെ അപ്പോൾ അങ്ങനെ അതെ നമ്മൾ കാപ്പി കുടിക്കുകയാണ്. കാപ്പി കുടിച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ കയറും. യെസ് ഗൈസ്, ഇതാണ് പിള്ളേരുടെ ഡിജെയുടെ സ്റ്റേജ്. നമ്മൾ മഴയാണ്ട് ഈ സാധനങ്ങളൊക്കെ കെട്ടി മഴ നനയായിരിക്കാനൊക്കെ. ഇവിടെ ആയിരിക്കും രാത്രി പരിപാടിയൊക്കെ നടക്കുന്നത്. യെസ് ഗൈസ്, അപ്പം ഞാനും കെസിയും കൂടെ മറ്റേ എവിടെ പോയി നാസ സ്പേസ് ആപ്പ് ചാലഞ്ചിൽ പോയിട്ട് ഇപ്പോൾ തിരിച്ചല്ല നമുക്ക് ബൂട്ട് ക്യാമ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ പോവാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ഫ്രഷേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അതാണ് അടുത്ത സംഭവം. ഭയങ്കര വെയിലും ചിലത്ത് വെയിലില്ല, ചിലത്ത് വെയിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ അവധിയായിരുന്നു. ഇന്നലെയാണ് യഥാർത്ഥത്തിൽ ഫ്രഷേഴ്സ്. ഇന്നലെ അവധിയായിരുന്നു. ഞാൻ സൈനസ് ഉള്ളതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. രാത്രി മൊത്തം കിടന്നുറങ്ങി. രാവിലെ മൊത്തം കിടന്നുറങ്ങി. ഞാൻ എഡിറ്റ് പോയപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു എവിടെ പോടി. ഞാൻ പറഞ്ഞു ഫ്രഷേഴ്സിന്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് കോളേജ് അടപ്പായിരുന്നു കേസ്. ഇന്നലെ ഞാൻ ചമ്മി. ഞാൻ പിന്നെ ഡ്രസ്സല്ലേ പിന്നെ ഞാൻ കഴിക്കായിരുന്നു. ആര് ഗെസ്സി ഒന്നും വിളിച്ചു പറഞ്ഞില്ല എന്നെ. അപ്പോഴാണ് അറിയണത് എന്തോ അല്ലേ ഞാൻ അടപടലം. എന്റെ അനിയത്തി രാവിലെ 6:30 ഉറക്കം എണീക്കും സ്കൂളിൽ പോകാൻ വേണ്ടി. അപ്പൊ അവളിങ്ങനെ കുളിച്ചോണ്ടിരുന്നപ്പോ എന്റെ വലിയ വന്നിട്ട് പറഞ്ഞ ഇന്ന് അവധിയാണ്. അപ്പൊ ഞാൻ കേട്ടായിരുന്നു. ഞാൻ പകുതി ഉറക്കത്തിൽ ഞാൻ അറിഞ്ഞില്ല കേസ്. ഞാൻ 12 മണി 10 മണിക്കാണ് ഉറക്കം എണീറ്റത്. അങ്ങനെ അപ്പം അങ്ങനെ കഴിച്ച് ഇന്നാണെങ്കിൽ എൻ്റെ ഒരു ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു യൂട്യൂബ് വീഡിയോസ് കാണും. സന്തോഷം. അതും പിന്നെ വേറെ 2 ജൂനിയേഴ്സൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചിയല്ലേ യൂട്യൂബിൽ വീഡിയോ ഇടുന്നേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക് യു. എനിക്കാണെങ്കിൽ നാളെ വരും. അപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് നാളെ വരും. അപ്പം ഞാൻ ഇങ്ങനെ താങ്ക് യു മക്കളെ എന്ന് പറഞ്ഞിട്ട് ആണ് സംഭവം. യെസ്, അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകണേ. കഴിച്ച് കഴിഞ്ഞിട്ട് ആ പരിപാടി തുടങ്ങുമ്പം അത് ഷൂട്ട് ചെയ്യാം. പിന്നെ നമ്മളാ പിള്ളേർ തീമെന്ന് പറഞ്ഞാൽ ഫണ്ണി തീമാണല്ലോ. ഓരോരുത്തരും ഓരോ കോസ്പ്ലേ ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ കാണിക്കണം. എല്ലാവരെയും പരിചയപ്പെടുത്തിയാലോ ഞാൻ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ജൂനിയേഴ്സിനെ കാണാൻ പോവാണ്. അവർ ഒരുങ്ങി. അവർ നമ്മളല്ലേ ഫണ്ണി ക്യാരക്ടേഴ്സിൻ്റെ കോസ്പ്ലേ ആണ്. അപ്പോൾ പിള്ളേർക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അതിന് വരെ അവർ ക്യാഷ്വൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം. ഫുഡ് കഴിച്ചിട്ട് അവർ മാറാൻ പോകും. അപ്പോൾ എൻ്റെ ജൂനിയർ എന്നെ വിളിച്ച് ചേച്ചിയല്ല സോറി സെയിം ഏജാണ്. എടുത്ത് പറഞ്ഞ് എടാ ഇങ്ങ് വാ നമുക്ക് അല്ല കാണാൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പോവാണ് ഗൈസ്. ഇതൊരു എക്സൈറ്റ്മെൻറ്റ്. ഞാൻ കുറേ പിള്ളേരുടെ കോസ്പ്ലേ ഒക്കെ ഞാൻ ഗസ് ചെയ്ത്. അപ്പോൾ തന്നെ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ അവരെ കാണണം. അപ്പോൾ അവരേക്ക് ഇതിനകത്ത് യെസ് പിള്ളേരെ കാണാൻ പോകും. യെസ്, ഇതാണ് ഗൗരി. ഇവരെല്ലാം റെട്രോ സ്റ്റൈലാണ്. സുരേഷ് ഗോപി ഇതാണ് നമ്മളെ സൂര്യ.
വരികയാണ് പിന്നെ റെഡി ആയിട്ട്. നമ്മളെ ജെട്ടികുളങ്ങരയിലെ മോഹനൊക്കെ മാറും. അത് നമ്മുടെ കൺഫ്യൂഷൻ തീർക്കണമേല ജയറാം. കൺഫ്യൂഷൻ ജയറാമാണ് ആണ് മോളെ മോഹൻലാല്. മോഹൻലാലിനെ വിളി. സുര കൈ സുര സുരബിള രാജിത. ഇവര് തെങ്കാശി പട്ടണം. സംയുക്ത വർമ്മ, അത് സുരേഷ് ഗോപി, ഇത് മറ്റേ ആള്. സെറ്റ്. മക്കളാരാണ്? ഇത് പിള്ളേര് നമ്മളെ ERE ജൂനിയേഴ്സ് ആണ്. പുള്ളിക്കാരാരായിട്ടാണ് 6ാം നമ്പര് ക്യാമറയിലോട്ട് നോക്കി പറയുമായിരുന്നു. കുമ്പിടി എവിടെ? കുമ്പിടി പൂച്ചയൊക്കെ ഉണ്ട്. കുമ്പിടി പൂച്ച. അയ്യോ പട്ടണം. ഇതാരാണ്? ഷാജി മാമൻ. ഇതാരാണ്? ആരാണെന്ന് പറഞ്ഞു? ജെറോമിന്റെ വൈഫൊക്കെ. ഗൈസ്, ഇതാണ് നമ്മളെ ജൂനിയേഴ്സ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ ആരായിട്ടാണ്? തെങ്കേശ് പട്ടണം. ആരാണ്? ക്യാരക്ടർ എക്സ്പീരിയൻസ് താമത്തിരിക്കുന്നു. ഇതാരാണ്? പേരില്ല. ഇവിടെ ഓക്കെ, ഒരു മിനിറ്റ്. നിങ്ങളെ വീഡിയോയുടെ ഇടയിൽ കൂടെ ഞാൻ ക്യാപ്ചർ ചെയ്ത് ഒന്നിങ്ങനെ ഇത് യക്ഷി ടീംസ് ആണെന്ന് ഗൈസ്. യക്ഷി, മന്ത്രവാദി, അങ്ങനെ അറേബ്യ എന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചന്ദ്രയാണ് ഗൈസ്. ഓ എനിക്ക് ചന്ദ്രയുടെ റിയൽ പേരെന്തുവാ? ചന്ദന. നന്ദന. അറക്കൽ അബുവാണ് ഗൈസ്. അബു ഇതാരായിരുന്നു? അയ്യോ, അറക്കൽ അബുവിന്റെ അടുത്തുള്ള ആരായിരുന്നു? അതാരാ? ഓ ഷാജി ബാബു. ഓ എനിക്ക് വയ്യ. ഷാജി ബാബനും കുറച്ച് ആട്ടുകാട്ട് എടുക്കട്ടെ. അപ്പൊ പിള്ളേർ പൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. സെറ്റ് ചന്ദ്രയുണ്ട്, കുറെ ചന്ദ്രയുണ്ട്. ഞാൻ വെച്ച് ഒരു കൊച്ചു പട്ടണത്തിൽ ഭൂതം ഇട്ടത്, ഞാൻ വെച്ച് പൂച്ചയെന്ന്. ചേച്ചിയല്ല, ഭൂതം. സെറ്റായിട്ട് കുറെ സംഭവങ്ങളുണ്ട്. ഞാൻ എല്ലാവരും കാണിച്ചു തരാം. സെറ്റാണ്. യക്ഷികളുണ്ട്, ചാത്തനും മാടൻ മറത എല്ലാം. ലോക ചാപ്റ്റർ അടുത്തതിന് ഇറക്കമുള്ള എല്ലാവരും അല്ലേ? സെറ്റ്. ഞാൻ ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ കാണിച്ചിട്ട് സെറ്റ് സാധനം. പിള്ളേരിപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ലൈറ്റ്സ് ഒക്കെ വെക്കണേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ പറയുന്നത് കോൺസെപ്റ്റ് നമുക്ക് കിട്ടാത്ത ഫ്രഷേഴ്സ് നമ്മൾ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ സീനിയേഴ്സ് തന്ന ഫ്രഷേഴ്സ് നല്ലതായിരുന്നു. സംഭവം പറഞ്ഞാൽ അവർക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് തരാൻ പറ്റിയൊരു ഫ്രഷേഴ്സ് അവർ നല്ല രീതിയിൽ തന്നു. അത് നമുക്ക് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് സമയം കിട്ടി. നമുക്ക് എക്സാം ഒന്നുമില്ല, നമ്മൾ ഫ്രീ ആണ്. പിന്നെ നമുക്ക് സീനൊന്നുമില്ല. നമുക്കിപ്പോൾ പെർമിഷനൊക്കെ കിട്ടിയിരുന്നു. അവർക്കന്ന് പെർമിഷൻ കിട്ടാനും പാടായിരുന്നു പ്രിൻസിപ്പളിൻ്റെ നിന്ന്. പിന്നെ അവർ കൈയും കാലും പിടിച്ച് എങ്ങനെയൊക്കെ റെഡിയാക്കി തന്നെയാണ്. സോ നമുക്ക് അങ്ങനെ സീനിയേഴ്സിനെ താറ്റാൻ പറ്റൂല. അവർക്ക് കിട്ടിയ സമയത്ത് നല്ല അവർക്ക് പിരിക്കാൻ പറ്റിയ ബഡ്ജറ്റിൽ അവർ നല്ല രീതിയിൽ ചെയ്തു തന്നു. അത് ഞാൻ അന്ന് ആ ഫ്രഷേഴ്സിനെ പറഞ്ഞായിരുന്നു. അവർക്കൊട്ടും പെർമിഷനും കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ നമുക്കാണെങ്കിൽ പെർമിഷനും കിട്ടി, നമുക്ക് ടൈമും ഉണ്ട്.
പരീക്ഷയില്ല. അപ്പം നമുക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റും. നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ ഷോ ഒക്കെ ഉണ്ട്, ഫ്രണ്ടിൽ തുടങ്ങി. ഓട്ടോ ഷോ ഉണ്ടെന്ന് പറയണം, നമ്മൾ നോക്കിയിട്ട് വരാം. ഞാൻ പോയിട്ട് അവിടെ തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഇപ്പോൾ നമ്മൾ ഷോ കാണാൻ വേണ്ടിയിരിക്കുകയാണ്. പിള്ളേരുടെ ഡാൻസും പരിപാടികളും. ഓട്ടോ ഷോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം, പോയിട്ട് വരാം. ശരി, നമ്മൾ ഒറ്റയ്ക്ക് പോകണം ഗൈസ്. യെസ്, നമുക്ക് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നിങ്ങളില്ലേ, നമുക്ക് പോകാൻ പറ്റും ഗൈസ്. നമ്മൾ ലൈഫിൽ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം, ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകാൻ പഠിക്കണം, ഒറ്റയ്ക്ക് മാളിൽ പോകാൻ പഠിക്കണം. കൂട്ട് നമുക്ക് ആരും ആവശ്യമില്ല. ഓക്കെ, നേരത്തെ ഞാൻ എല്ലായിടത്തും പറയുകയാണ്, കൂടെ നടന്ന് നമുക്ക് ഒറ്റയ്ക്ക് വൈബ് ചെയ്യണത് വേറെ വൈബാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വൈബ് ചെയ്യുക. യെസ് യെസ്. ഞാൻ എന്തെങ്കിലും മോട്ടോർ ഷോ ഉണ്ടോ നോക്കിയിട്ട് തരാം, ഒരു മിനിറ്റ് ഗൈസ്. ഞാൻ അവിടെ പോയിട്ട് മോട്ടോർ ഷോയുടെ ഒരു വണ്ടി പോലും കാണാനില്ല. മിക്കവാറും ഞാൻ അവിടെ നിൽക്കുമ്പോഴായിരിക്കും മോട്ടോർ ഷോ കഴിയണത്. കുഴപ്പമില്ല, എന്തെങ്കിലും ഔട്ട് മോട്ടോർ ഷോ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ പോയി അത് റെക്കോർഡ് ചെയ്യാം. ഇല്ല, വേറെ വഴിയില്ല. ഇവിടെ ഇരുന്നില്ലെങ്കിൽ ഇപ്പോൾ സീറ്റ് പോവും. അപ്പം അത് സീറ്റ് ഉറപ്പിക്കണം. അപ്പം നമ്മൾ ഡാൻസ് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നില്ലെങ്കിൽ ഇനി സീറ്റ് പോകും, ഞാൻ പറഞ്ഞ പോലെ. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പിള്ളേരുടെ എനിക്ക് എൻ്റെ കുറച്ച് പിള്ളേരുണ്ട്. അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നുമല്ല, എനിക്കറിയാവുന്ന പിള്ളേർ, കമ്പനിയുള്ള പിള്ളേർ. ഇപ്പോൾ അവരുടെയൊക്കെ ഒരു ഫാൻ ക്യാം എടുത്തു കൊടുക്കണ ഒരു പ്രശ്നത്തില്ല, ലൈക്ക് ഒരു ശീലം എനിക്കുണ്ട്. എൻ്റെ സീനിയേഴ്സിൻ്റെയും എല്ലാവരുടെയും ഫാൻ ക്യാം എടുത്തു കൊടുക്കുക. ഞാൻ അവർ കളിക്കുമ്പോൾ ഇങ്ങനെ അവരെ മാത്രം ഫോക്കസ് ചെയ്തേ. എനിക്കതൊക്കെ എടുത്തു കൊടുക്കണം പിള്ളേർക്ക്. ഞാൻ ഒരിക്കലും എനിക്കും ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോലെ എല്ലാവരും ആവണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോലെ നമ്മൾ മാത്രം. ഇല്ല ഇല്ല ഇല്ല, ചുമ്മാ ചേട്ടാ. ഗസിയെ കുത്തി ഒന്നല്ല, ഗസി എപ്പോഴും ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് മുങ്ങും. ഇല്ല ഇല്ല ഇല്ല. അതെ, അപ്പം നമ്മൾ പിള്ളേരുടെ ഡാൻസ് കണക്ക് ഞാൻ അവർക്ക് ക്ലോസപ്പും കൂടെ എടുത്തോളൂ, കാണിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഫോണിൻ്റെ സ്പേസ് പോകും. അതുകൊണ്ട് ഞാൻ എന്താ ഞാൻ പറയുന്നത്, നീ വയ്യ, ക്ഷീണിച്ച് കഴിച്ചു. എന്തായാലും പിള്ളേരുടെ ഇതൊക്കെ എടുത്തു കൊടുക്കണേ, ഞാൻ ഫാൻ ക്യാമൊക്കെ. നിങ്ങളുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, മക്കളാരാണ്? പരിണമിച്ച് യക്ഷിയായ കഥ ഇതാരാ? യക്ഷി. ഓക്കെ, ഓ കൊളാബറേഷൻ കൊളാബറേഷൻ കൊണ്ട് അപ്പോൾ മോട്ടോർ ഷോ ഉണ്ട്. മോട്ടോർ ഷോയ്ക്ക് വേണ്ടി ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. വരാത്ത കെസി എങ്ങനെ വിളിച്ചെടുത്തോണ്ട് വന്ന് ത്രെട്ടനിങ് ഗൈസ്. സീറ്റൊക്കെ കിട്ടും അല്ലേ? മുന്തിരി കാച്ച്, അല്ലെങ്കിൽ കാച്ചില്ലാത്തതാണ്. മോട്ടോർ ഷോ ഇല്ലാതെ എന്തൊരു പരിപാടി ഇല്ലേ?
നിന്നെ മടിയിരുത്താൻ പോലെ. ശരി, ഇപ്പൊ സെറ്റ്. നമ്മൾ മോട്ടോർ ഷോ എടുക്കാൻ പോണ ഗൈസ്. മോട്ടോർ ഷോ കാണാൻ വന്ന് നമ്മൾ പട്ടി ഷോ കാണുകയാണ് ഗൈസ്. എന്തെങ്കിലും ഷോ ഉണ്ടല്ലേ നൈസില്. നമ്മൾ പട്ടിയെ ഓട്ടിക്കുകയാണ് ഗൈസ്. അത് പറഞ്ഞ് മനസ്സിലാവണം പട്ടി. ചിലർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മനസ്സിലാവില്ല. പട്ടിക്ക് വരെ മനസ്സിലാവും. എന്താ പോയി LBS അങ്ങനെയൊക്കെയാണ്. കൺവിൻസിങ് ആണ്. കൺവിൻസിങ്. തള്ളിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ എടുത്തിരിക്കും. ഒരു വീഡിയോ ഇല്ല, എന്തോ കിട്ടിയെന്ന്. വീട്ടിൽ ചെന്നിട്ട് വേണം എന്തോ ക്ലിപ്പ് കിട്ടിയെന്ന് നോക്കാൻ. അയ്യോ എന്തൊരു ചൂടായിരുന്നു. എന്തോ ഇപ്പൊ കെസി ഓടിയിട്ടുണ്ട് സീറ്റ് പിടിക്കേ. സീറ്റ് കിട്ടുമെന്ന് അറിഞ്ഞൂടെ അങ്ങ് പോയിരിക്കട്ടെ ഞാൻ. ഇതിലും കൊള്ളായിരുന്നു, നൈസായിരുന്നു. അതെ അതെ. ഡോക്കറും ഹാർലിക്വീനൊക്കെ ഇവരുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇവരെക്കാട്ടിലും ഹൈറ്റ് ഉള്ള ഒരു ഹീൽസ് ഇട്ട് ഇവർ നടക്കുകയാണ്. അതാണ് ഇവരുടെ ടോപ്പ് 2 കാല് പോയി. അങ്ങനെ ഇവരൊക്കെ വെസ്റ്റേൺ ആൾക്കാരാണ്. ഓക്കെ, ഗൈസ് അപ്പം പിള്ളേരുടെ ഡാൻസും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അപ്പം അവരവരുടെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അവരുടെ ക്ലാസ്സിലോട്ട് പോകണം. ഇരുട്ടി ഗൈസ്, നമ്മൾ പിള്ളേരുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. എൻ്റെ മുടിയെല്ലാം കുളമായി. കുഴപ്പമില്ല, സീനില്ല.
ഫ്രണ്ട്സ് നോക്കാണ് ഗൈസ്. അതെ കാണാൻ വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എനിക്ക് വേണ്ടി ക്ലാസ്സിൽ വ്ളോഗ് എടുക്കാൻ പറ്റില്ല ഗൈസ്. എല്ലാവരും നോക്കും. ഓ എന്തുകൊണ്ട് എന്താ വ്ളോഗർ സമം നാണം പാടില്ല പ്ലീസ്. നാണം കേട്ടാൽ മനുഷ്യരാണ്. അങ്ങനെയല്ല മുടി ഒരുപാട് എന്തായാലും കുഴപ്പമില്ല. നമ്മൾ പിള്ളേരെ കാണാൻ പോവാണ് ഫേസ് ടു ഫേസ് ലൈക്ക് അങ്ങനെ. ഓക്കെ ശരി പോയിട്ട് നമ്മളെ ജൂനിയേഴ്സാണ് ഇയാറി. ഗൈസ് അപ്പം നമ്മൾ പിള്ളേർക്ക് വേണ്ടി DJ യും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. DJ ഫോം പാർട്ടി. സോ നമ്മൾ അതിന് വേണ്ടി എല്ലാവരും തയ്യാറാണ്. ഞാൻ പോണില്ല, എനിക്ക് ഈ സ്കിന്നിന് അലർജി ഉള്ളതുകൊണ്ട്, അലർജി അല്ല, എനിക്ക് കുരു വരാൻ ചാൻസ് ഉണ്ട് ഈ ഫ്രീ കെമിക്കൽ അടിച്ചിട്ട്. അപ്പോൾ ഞാൻ റിസ്കിന് തയ്യാറല്ല. ഞാൻ കണ്ട് ആസ്വദിക്കും. എല്ലാവരും കുളിക്കട്ടെ. നമ്മൾ കണ്ട് ആസ്വദിക്കും. DJ അതെ അതെ നല്ലതാ എന്താ പറയുന്നത്, കിളി പോയിരിക്കുന്നു. എന്തായാലും പിള്ളേരുടെ മുടിയൊക്കെ പോയിരിക്കുന്ന കേസ് എനിക്ക് ഒട്ടും മൂടില്ല. എൻ്റെ എന്തുവരുന്നു നിങ്ങളും എന്നെ സംഭവം എനിക്ക് ബ്ലോഗ് എടുക്കുക ഒട്ടും മൂടില്ല. സോറി കേസ്, എൻ്റെ അച്ഛൻ കോള് വിളിച്ചു. ഞാനതാണ് കട്ടായി പോയത്. എന്താ പറഞ്ഞിട്ട് എനിക്ക് ബ്ലോഗ് എടുക്കുക ഒട്ടും മൂടില്ല. പക്ഷെ ഞാൻ ബ്ലോഗ് എടുക്കുന്നത് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പം എനിക്ക് ഈ ഇടയ്ക്ക് നിറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നപ്പോൾ നമ്മളെ ഫാമിലി ബിഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐ ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ്. ഞാൻ ഇപ്പം ഉള്ള കോലം നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് മൊത്തം എണ്ണയായിട്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു. പരിപാടി ഇടന്നില്ല അറിയാം. നല്ലതാ കുഴപ്പമില്ല. ലൈഫ് ഈസ് ടു ഷോർട്ട്. സേ നല്ലതാ ആൻഡ് മൂവ് ഓൺ. എന്തായാലും ഞാൻ അവർ ഡാൻസ് കളിക്കുന്നതും ഒക്കെ വീഡിയോ എടുക്കാം. എനിക്ക് വയ്യ. നല്ല ഫ്രഷേഴ്സായിരുന്നു ഗൈസ്. നല്ല അടിപൊളിയായിട്ട് നമ്മളെല്ലാം റെഡിയാക്കി. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടൊന്ന് നമ്മളെ ജൂനിയേഴ്സ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഫ്രഷേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, സീനിയേഴ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ എല്ലാം പറയാം ഗൈസ്. പാട്ട് DJ പാട്ടിട്ട് തുടങ്ങി. ശരി, അപ്പോൾ ഞാൻ എന്നാൽ അങ്ങോട്ട് കിടക്കട്ടെ. ഗൈസ്, ഞാൻ മേളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഫോം പറ്റൂല, എനിക്ക് അറിഞ്ഞുകൂടാ പറ്റൂല്ലേ എന്ന്. പക്ഷെ എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. എന്തായാലും കെമിക്കൽസ് ആണ് സാധനം. എനിക്ക് സ്കിന്ന് ഓൾറെഡി സെൻസിറ്റീവ് ആണ്. സോ എനിക്ക് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ മേളിൽ നിന്ന് ഇവരെ ഡാൻസ് കളിക്കുന്ന വീഡിയോ. ഇത് നല്ല വ്യൂ ഇവിടുന്ന് കിട്ടുമ്പല്ലേ. ബീച്ച് അപ്പുറത്ത് ഗരുവിൻ്റെ ഗൈസ്. ഇവിടുന്ന് നല്ല വ്യൂ ഗൈസ്. സെറ്റ്. എനിക്കിത് കണ്ടിട്ട് ഡ്രൈപ്പോ ആവേശം. പിള്ളേരെ നല്ല ആക്റ്റീവാണ്. എനിക്കിത് കണ്ടിട്ട് ട്രൈപ്പോഫോബിയ അടിക്കുന്നത് ഗൈസ്. എൻ്റെ പക്ഷെ വൈബായിട്ടുണ്ട് പിള്ളേര് വൈബ് അടിക്കുകയാണ് ഗൈസ്. How was the freshers? പൊളി. ഇഷ്ടപ്പെട്ടോ മക്കളെ?
ഇഷ്ടപ്പെട്ടു ഗൈസ്, നമുക്കത് മതി. ഞാൻ വീട്ടിൽ പോവുകയാണ്. ലാസ്റ്റ് അവരുടെ നിന്ന് റിവ്യൂ മേടിക്കാനായിട്ടാണ് ഞാൻ വന്നത്. പ്ലീസ്, ഭയങ്കര ഗ്രെയിൻസ് ഉണ്ട് ഇവിടെ, ലൈറ്റ് ഒന്നും ഇല്ല, ഇരുട്ടി. അതാണ് ഗ്രെയിൻസിൻ്റെ ഇവിടെ ഗ്രെയിൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ജോക്കറിനെ കാണിച്ചു കൊടുക്കണേ വീഡിയോയില്. ജോക്കർ സെറ്റായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ക്ലിപ്പ് ഇടാൻ കേട്ടോ, ജോക്കറിനെ ഞാൻ എടുത്തിട്ടുണ്ട് ക്ലോസപ്പ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജോക്കറും ഹാർലിക്കിനും. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇടാം. ഓക്കെ, ലാസ്റ്റ് എൻഡിങ് കഴിഞ്ഞിട്ട് ഞാനത് ക്ലിപ്പിടും, ബോണസ് ക്ലിപ്പായിട്ട്. ഓക്കെ, എവിടെ എന്നെ കാണാവൂ, എവിടെ ബോണസ് ക്ലിപ്പായിട്ട് ഞാൻ ഇടുന്നതാണ്. ഓക്കെ, ഇറ്റ് വാസ് റിയലി അമേസിങ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. CS3 ഒന്നല്ലേ, CS3 ആണോ? CS3 ആരാന്നൊരു പിടിയില്ല, ആരായാലും അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം എന്തായാലും നിറച്ച് ഗേൾ ക്രഷസ് എല്ലാരും പറഞ്ഞു നീന്നാണ് കേട്ട്. അതെ അതെ. അപ്പം വീട്ടിൽ പോവാണ് ഗൈസ്, ഞാൻ വീട്ടിൽ പോവുകയാണ്. അതെ അതെ, ഞാൻ പറഞ്ഞൊന്നും കയറി ഇടല്ലേ, കാല് പിടിക്കാം. എല്ലാം പരസ്യമാവുകയാണ് ഗൈസ്. നല്ലതാ, ഭയങ്കര ഗൈസ്. അപ്പം യുവിൻ്റെ ഗൈസ്, അപ്പം ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്നൊരു പ്രശ്നം നടന്നു. ഞാൻ പറഞ്ഞില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം നടക്കും. ഞാനാണെങ്കിൽ എൻ്റെ എന്തുവായിരുന്നു, ഞാൻ ഇട്ടേക്കണ ഒരു പിങ്ക് കുർത്തയെ ഒരു എന്തൊരു ജീൻസ് പോലത്തെ വൈഡ് ജീൻസ് സാധനമാണ്. അപ്പം അവിടെ ഇവർ ഫോം പാർട്ടിക്ക് വെച്ചിരുന്നവരെ കുറേ പെട്ടികൾ കൊണ്ടുവന്നിരുന്നു. അത് മറ്റേ സ്പീക്കറും സംഭവം. അപ്പം അത് ഞാൻ സൈഡിൽ കൂടെ നടന്നു പോയപ്പം എൻ്റെ പാൻറ്റിൽ കൊണ്ട് അത് കീറി. പാൻറ്റ് ഫുൾ കീറിയില്ല, എൻ്റെ കുർത്ത ഇത്തൂരം കീറി. തുള വീണ് കാണിക്കുന്ന എൻ്റെ കയ്യത് എൻ്റെ പാൻറ്റിൽ കീറി. ഞാൻ ഇവരെ കാല് നീർന്നു, പിന്നെയാണ് മനസ്സിലായത് അത് കൊണ്ടുവരഞ്ഞാണ്. ഇന്ന് ഓണത്തിന് എൻ്റെ ചെരുപ്പ് പൊട്ടി. നത്തിങ് ക്യാൻ ഗോ റോങ് വെൻ എവറിത്തിങ് ഈസ് ഗോയിങ് റോങ്. അതൊന്നുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടില്ല. ഓക്കെ, എനിക്കിന്ന് വയ്യ, എനിക്കിന്ന് കിളി പോയിരിക്കുവാ, വയ്യ എനിക്ക്. പിള്ളേരൊക്കെ പോണ്, ഞാനും പോണ് ഗൈസ്. എല്ലാവർക്കും എല്ലാവരും അറിയും. സോ ഇത് കേൾക്കുന്ന ജൂനിയേഴ്സിൻ്റെ അടുത്ത് ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്, ആൻഡ് നിങ്ങളുടെ എൻജോയ്മെൻ്റ് ആണ് നമ്മളുടെ എൻജോയ്മെൻറ്റ്. പക്ഷെ എന്തായാലും വിളിച്ചും. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ബി പാർട്ട് ഓഫ് മൈ ഫാമിലി. നമ്മളെ ഫാമിലിയുടെ പേര് ക്യാൻഡി എന്നാണ്. സോ ബി എ ക്യാൻഡി. സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇനി അച്ഛൻ എന്നെ ഇനിയിപ്പം തെറി വിളിച്ച് കൊല്ലും, ഞാൻ വഴക്ക് പറയും, ഞാൻ പോട്ടെ. അവിടെ ഭയങ്കര പൂജപ്പൂരം മറ്റു ഇതായതുകൊണ്ട് ഭയങ്കര തിരക്കാണേ. ശരി, എന്നാൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വ്ളോഗുമായി പിന്നെ കാണാം. ബൈ.